സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ സമരം പിൻവലിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വേതന പരിഷ്കരണം മാർച്ചിൽ പരിഗണിക്കാമെന്ന് മന്ത്രി വ്യാപാരികൾക്ക് ഉറപ്പു നൽകി. കമ്മീഷൻ തുക 15-ാം തീയതിക്കകം നൽകുമെന്നും മന്ത്രി വ്യാപാരികളെ അറിയിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടതോടെയാണ് മന്ത്രി വ്യാപാരികളുമായി വീണ്ടും ചർച്ച നടത്തിയത്. റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങി മണിക്കൂറുകൾ പിന്നിടും മുമ്പേ അനുനയ നീക്കവുമായി സർക്കാർ ഇടപെടൽ. സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഭക്ഷ്യമന്ത്രി നേരിട്ട് വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണനും സമരം അവസാനിപ്പിക്കണമെന്ന് വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കമ്മീഷൻ തുക കൂട്ടുന്നതിൽ മാർച്ച് മാസം അന്തിമ തീരുമാനമെന്ന് മന്ത്രി GR അനിൽ. കമ്മീഷൻ അടുത്ത മാസം 15-ന് നൽകണമെന്നുള്ള കാര്യത്തിൽ തർക്കമുള്ള വിഷയമല്ല. ധനമന്ത്രിയുമായി ആലോചിച്ച് അതിനൊരു സ്ഥിര സംവിധാനം വ്യവസ്ഥ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ ധാരണയിലെത്തി. ചർച്ചയിൽ സംതൃപ്തരെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഭക്ഷ്യമന്ത്രിയുടെ വാശിയാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് സമരസമിതി നേതാവ് ജോണി നെല്ലൂർ. എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ തീരുമാനം അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം ഈ നിലപാട് മാറ്റുവാൻ പ്രേരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട്. സമരത്തിന് പിന്തുണ അറിയിച്ച് 5 സംഘടനകളുടെയും റേഷൻ വ്യാപാരികൾ കടകൾ പൂർണ്ണമായും അടച്ചിട്ടു. 14,000-ഓളം റേഷൻ കടകളിൽ 200-ൽ താഴെ കടകൾ മാത്രമാണ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചത്. നാളെയോടെ അടുത്ത മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കും. മീഡിയ 1 തിരുവനന്തപുരം.